ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊടിയൊരു ഉപ്പുമാവാണ്. ആ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ളത് ഇതിലൊരു പാത്രം പൊന്നിയരിയുടെ പൊടിയരിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉള്ളി, പച്ചമുളക്, കരുവേപ്പില. ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു വീഡിയോയിലൂടെ കാണിച്ചു. ഞാൻ അവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മൾ കുക്കറിലല്ല വയ്ക്കുന്നത്. ഞാൻ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഉണ്ടാക്കിയ ശേഷം നമുക്ക് തേങ്ങയൊക്കെ ഇടാം. ഞാനിവിടെ തേങ്ങ ഇടുന്നില്ല. അതിൻ്റെ കൂടെ സാമ്പാർ ചട്നിയൊക്കെ ഉപയോഗിക്കാം. അതായത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 3 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് കടുക് ഇടാം. കടുക് 1.5 സ്പൂണ്, ഈ സ്പൂണിൽ 1.5 ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയ ശേഷം നമുക്ക് കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പൊക്കെ ഇടാം. കടുക് പൊട്ടാരായി ഉഴുന്നപ്പരിപ്പും കടലപ്പരിപ്പും ഇടാം. കുറച്ച് 1 സ്പൂണ് കടലപ്പരിപ്പ്, 1 സ്പൂണ് ഉഴുന്നപ്പരിപ്പ്, 2 പച്ചമുളക്, ഒരു വലിയ ഉള്ളി, ഒരു 6-7 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇടാം. നമുക്ക് വറുത്തെടുക്കുമ്പോഴേക്ക് അരി ഒന്ന് കഴുകിയിട്ട് വരാം. ഉള്ളി, പച്ചമുളകൊക്കെ ഒന്ന് നന്നായി വറന്നിട്ടുണ്ട്. നമുക്ക് ഈ അരി എടുത്തതിന് ഒരു ബ്രെഡ് അരിക്ക് അതേ അളവിൽ 3 പാത്രം വെള്ളം ഒഴിക്കണം. മൂന്ന് പാത്രം ഒഴിക്കണം. പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച ശേഷം നമുക്ക് അരി ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇവിടെ ഇതിലൊരു 3/4 ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെള്ളം തിളച്ചിട്ട് നമുക്ക് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യമില്ലെങ്കിൽ ഇടണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, ഈ അരിന് ഇടാം. ഇത് നന്നായിട്ട് കല്ലൊക്കെ അരിച്ചെടുത്തിട്ട് ചില അരിയിൽ കല്ലുണ്ടാവും, പൊടിക്കല്ലുകൾ. നേരത്തെ നമുക്ക് അരിച്ചു വെച്ചാൽ കുഴപ്പമില്ല. ഒന്ന് ഇറക്കി കൊടുക്കാം. നന്നായി തിളക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് പോരെങ്കിൽ നോക്കിയിട്ട് ഇടാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. എന്നിട്ട് തുറന്ന് നോക്കാം. ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അരി ഒന്ന് വെന്ത് കിട്ടണം. ഈ അരി കൊണ്ട് നമുക്ക് പൊടിയരി കഞ്ഞി വയ്ക്കാം. ചെറുപ്പ
നമുക്ക് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടോയെന്ന് ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കുക്കറിൽ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് താളിച്ച് കൊട്ടിയതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടത്. ഇത് ഞാൻ ചീനച്ചട്ടിയിൽ എല്ലാം വറുത്ത് വെള്ളം വെച്ച് ഉണ്ടാക്കിയതാണ്. റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊടിയരി ഉപ്പുമാവ്. ഇത് തേങ്ങയൊന്നും ഞാൻ ഇടുന്നില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു. പൊടിയരി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് ആക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും കഴിക്കും. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.